ഹൈ ശിവ ശിവ, രാവിലെ തന്നെ നോം എന്താണ് ഈ കാണുന്നത്? പാറക്കുട്ടി ദേ ഒരു പൂനൂൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു വീടിന് ചുറ്റും കിടന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി കാര്യം എന്താണെന്ന് അറിയില്ല, ചോദിച്ചു നോക്കട്ടെ പോയിട്ട്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളിവിടെ പൂണുനൂല് കൊണ്ടൊന്നല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ക്യാബേജ് എല്ലാം ദേ വിരിഞ്ഞ് നല്ല താമര പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുകയാണ്. അപ്പോഴാണ് അതിനകത്ത് ക്യാബേജ് നല്ല ഷേപ്പായിട്ട് വരുള്ളൂ. ഇതേ കാലത്ത് തന്നെ മോർണിംഗ് വാക്കിനായിട്ട് നമ്മുടെ പട്ടിയും അമ്മയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീടാണ് എനിക്ക് സത്യാവസ്ഥ മനസ്സിലായത്. നമ്മുടെ ക്യാബേജ് എല്ലാം കിട്ടേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാറു നൂലുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ള ക്യാബേജ് മുഴുവൻ ഞങ്ങൾക്കൊരു ഏകദേശം ഒരു 7 തൈകളുണ്ട്. 7 തൈയിലെ ക്യാബേജിൻ്റെ ഇലകളെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്യാബേജിൻ്റെ പുറത്തുനിന്ന് ഈ പുഴുക്കളുടെയും പിന്നെ അതുപോലെ പ്രാണികളുടെയൊക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പാരമ്പര്യമായിട്ട് കേട്ട് വന്ന അറിവ്. അങ്ങനെ ഇതേ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ പോലെ നിൽക്കുന്നുണ്ട് നമ്മുടെ ക്യാബേജ് എല്ലാം. ദേ ഈ നിൽക്കുന്നതാണ് നമ്മുടെ കോളിഫ്ലവർ. ഒരു പൂച്ചെണ്ട് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ മണ്ണിടേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതേ നമ്മുടെ പച്ചമുളക് എല്ലാം നല്ല വെയിൽ കൊണ്ട് നല്ല സൺബാത്ത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. ദേ ഈ കലക്കുന്നത് മഞ്ഞളല്ല, ചാണകമാണേ. അങ്ങനെ നീയും കലക്കുവാണടി എന്ന് ചോദിച്ചുകൊണ്ട് വന്ന നമ്മുടെ സന്ദേശേട്ടന് മണം കേട്ട വഴിയാ കണ്ടം വഴി ഓടിക്കളഞ്ഞു. ഇതാണ് നമ്മൾ ഈ തക്കാളിക്ക് കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ. പച്ച ചാണകവും പച്ചയിലും ചേർത്തുണ്ടാക്കിയ ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ തക്കാളിക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഇലയും വേണ്ടാത്ത തണ്ടുകളൊക്കെ പ്രൂൺ ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷമാണ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതേ തക്കാളിക്ക് തന്നെ ഒരു ഭാരമായി തൂങ്ങി നിന്നിരുന്ന ഇലകളെല്ലാം നമ്മൾ വെട്ടിമാറ്റി ഒരിത്തിരി ആശ്വാസം പകർന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളികളെല്ലാം നല്ല ഭംഗിയിലും നല്ല ആരോഗ്യപരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം അതിനകത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വളരെയധികം സന്തോഷവും കൂടിയാണ്. ഉടനെ തന്നെ ഒരു തക്കാളി ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും കേട്ടോ. ടൊമാറ്റോ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ വരുന്നവരേക്കും എല്ലാവരും കാത്തിരിക്കുക. അങ്ങനെ ദേ നമ്മുടെ ഗോതയിലേക്ക് സന്ദർശനത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വെട്ടലും കുത്തലും ആയിട്ട്. കലക്കിയിരുന്നത് നമ്മൾ നാട്ടിൻപുറത്തെല്ലാം ചെയ്യുന്ന ഒരു വളം തന്നെയാണ്, ചാണകമായിരുന്നു. ചാണകം വെള്ളത്തിൽ അത്യാവശ്യം ലൂസായി കലക്കി അതിനടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം പച്ചില ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള തക്കാളിയുടെ ഇലകൾ തന്നെ അതിനടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇലകളെല്ലാം കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പോഷകം എല്ലാം തക്കാളിയിലേക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വെണ്ടത്തയ്യ്. വെണ്ടയാണെന്ന് അറിയിക്കാനാവാം ഒരു കുഞ്ഞു വെണ്ടയ്ക്കയും പൊക്കി പിടിച്ചാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ മയില് നശിപ്പിച്ച മത്തനായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ഇലകളെല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് തക്കാളിക്ക് മണ്ണിടാനൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ദേ സന്ദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാവൊക്കെ ഇവിടെ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മയിലൊക്കെ വന്ന് പ്ലാവുമ്മ ഇരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബായ്.